വൺസ് ഞാൻ ഫിസിക്കലി മെൻ്റലി ആൻഡ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഞാൻ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ 2026 ഞാൻ ഏറെക്കുറെ എല്ലാത്തിലും സ്റ്റേബിളായി വരുന്നു. 2024 സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് എന്തൊക്കെയോ സംഭവിച്ചു. എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് നല്ലപോലെ അറിയാം. കാര്യം ഒരുപാട് സമയമെടുത്തു എല്ലാത്തിൽ നിന്ന് ഹീലായി ഇവിടെ വരെ എത്താനായിട്ട്. എങ്ങനെ ഇനി മുന്നോട്ട് പോകുമെന്ന് പതറി നിന്ന പല അവസ്ഥകളും ലൈഫിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ നാടും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിട്ട് ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും എന്താ ഇനി ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാത്ത കുറേ അവസ്ഥകളിൽ കൂടെ ഞാൻ കടന്നു പോയായിരുന്നു. ഫസ്റ്റ് ഞാൻ പറയും, ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഞാൻ പുറത്തു വന്നത് എനിക്ക് സെക്യൂർഡായിട്ടൊരു ജോലി ഉണ്ടായതുകൊണ്ടാണ്. എൻ്റെ എക്സിൻ്റെ അവിഹിതം ഞാൻ പൊക്കിയപ്പം രണ്ടാമതൊന്നും ചിന്തിക്കാതെ എൻ്റെ മോളെയും കൂട്ടി ഞാൻ ആ ലൈഫിൽ നിന്ന് ഇറങ്ങിയത് ഒരു ജോബുള്ള ധൈര്യത്തിലാണ്. ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന എനിക്ക്, അല്ലെങ്കിൽ എന്നെ പോലുള്ള ഓരോ ആൾക്കാർക്കും ഇതൊന്നും സഹിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അടിയും ഇടിയും എന്തിനു പറയാം, നമ്മളെ വെർബലി പോലും ആർക്കും അബ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഞാനിതൊന്നും പറയാനല്ല കേട്ടോ വന്നത്, അങ്ങനെ വലിയ അഡ്വൈസ് തരാനുമല്ല. എങ്കിലും എനിക്ക് ബോയ്സിനോടാണെങ്കിലും ഗേൾസിനോടാണെങ്കിലും ഒരുപോലെ തരാനുള്ള ഒരു അഡ്വൈസ്, നമ്മൾ കൂടെയുള്ള ആൾക്കാരെയൊക്കെ വിശ്വസിച്ച് ഇന്ത്യക്ക് പുറത്തൊക്കെ വന്ന് വീട് മേടിക്കുമ്പോഴും കാറ് മേടിക്കുമ്പോഴും അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലതിലും കമ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു 100 തവണ ആലോചിക്കുക, ഒക്കെങ്കിൽ 100 കൂടുതൽ തവണ ആലോചിക്കുക. എസ്പെഷ്യലി ഇന്ത്യയൊക്കെ പുറത്ത് വന്ന് വേറെ കൺട്രിയിലൊക്കെ വരുമ്പം നല്ലപോലെ കെയർഫുൾ ആയില്ലെങ്കിൽ നല്ല സൂപ്പർ പണി കിട്ടും, 8ന്റെ പണി. ഇവിടുത്തെയൊക്കെ എല്ലാ റൂൾസും ഞാനിപ്പം 5 ഇയേഴ്സായി UK-യിൽ. പക്ഷേ ഈ 2 വർഷം കൊണ്ട് ഞാൻ കാണാപ്പാഠം പഠിച്ചു ഇവിടുത്തെ ഓരോ നിയമങ്ങളും. ഇവിടെ 20 വർഷമുള്ള ആൾക്കാർക്ക് പോലും അറിയത്തില്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. കാര്യം ഇതിൽ കൂടെ കടന്നു പോകുമ്പോഴെല്ലാം നമുക്കറിയാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ളത്. എൻ്റെ എക്സ് എന്നെ നിർബന്ധിപ്പിച്ച് ഇവിടുന്ന് ഒരു വീട് മേടിപ്പിച്ചു. 2 മാസം മാത്രമേ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴും അവിടുത്തെ ബിൽസ് അടയ്ക്കുന്നത് ഞാനാണ്. എനർജി, കൗൺസിൽ ടാക്സ്, ഇതൊന്നും ഇവിടെ ഉള്ള ആൾക്കാരോട് പറയുമ്പോൾ ഇവർക്ക് പോലും അറിയത്തില്ല. കാര്യം ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നടന്നാൽ മാത്രമല്ല അറിയാൻ പറ്റും. നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അവിടുത്തെ എല്ലാ ബില്ലുകളും നമ്മൾ അടയ്ക്കണം. വാട്ടർ ബില്ല് മാത്രം അടയ്ക്കണ്ട, ബാക്കി എല്ലാം ഒരു വലിയ എമൗണ്ട്. ഞാൻ നിൽക്കുന്ന വീടിൻ്റെയും ആ വീടിൻ്റെയും പിന്നെ ഞാൻ വെച്ച വീടിൻ്റെ, അങ്ങനെ 2025 ഞാൻ കരഞ്ഞ് തീർത്ത ഒരു വർഷം. കാര്യം നമ്മുടെ കയ്യിൽ നമ്മൾ ജോലി ചെയ്യുന്ന ക്യാഷ് മുഴുവനും ഓരോ രീതിയിൽ പോകുമ്പം എനിക്ക് പറ്റത്തില്ല കേട്ടോ സഹിക്കാനായിട്ട്. എനിക്ക് സേവ് ചെയ്യണം എന്ന ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. എന്നോട് ആൾക്കാർ ചോദിക്കുന്നു, എന്തിനാ ഇങ്ങനെ എക്സ്ട്രാ ഡ്യൂട്ടി എടുക്കുന്നത്, നിനക്ക് റെസ്റ്റ് എടുത്തൂടെ? പക്ഷേ ചിലപ്പോൾ അവർ സ്നേഹം കൊണ്ട് തന്നെയായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് പറയാൻ പറ്റുമോ, എൻ്റെ കാര്യങ്ങൾ എന്നെ സഹായിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനേ ഉള്ളൂ. ഒന്ന് കൈ പിടിച്ചൊന്ന് കയറ്റാൻ പോലും എനിക്ക് എൻ്റെ ലൈഫിൽ ആരുമില്ല. എൻ്റെ പേരൻസ് ഒബ്വിയസ്ലി അവരെന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. പക്ഷേ ഫിനാൻഷ്യലി അവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ദൈവം അതുകൊണ്ടാണ് നല്ലൊരു ജോലി തന്നു, നല്ല ശമ്പളം തന്നു, എനിക്ക് എല്ലാ കാര്യങ്ങളും വീട്ടാൻ പറ്റി. ഈ 2025 തീർന്നതോടുകൂടി എൻ്റെ ഒരു ഓൾമോസ്റ്റ് 90% പ്രോബ്ലംസും തീർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫൈനലി 2025 ബാങ്കുകാർ വീട് പിടിച്ച്, സത്യം പറയണമല്ലോ ആശ്വാസമായി. എങ്കിലും ചെറിയ എമൗണ്ടുകൾ എല്ലാം ബാങ്കിന് എനിക്ക് ഇങ്ങോട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇനി ബാങ്കിന് അങ്ങോട്ട് കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടില്ല, ഞാനൊന്നും അനങ്ങിയിട്ടുമില്ല. എന്തായാലും ഒരുപാട് കരഞ്ഞ് തീർത്ത ഒരു വർഷമായിരുന്നു 2025. ഇങ്ങനെ കുറേ കരച്ചിൽ കൊണ്ട് കാര്യങ്ങളും കൊണ്ടും ഒക്കെ നടന്നു പോയപ്പോഴും ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നത് വളരെ ഉപകാരമായി. ഞാൻ ഭയങ്കരമായിട്ട് സ്റ്റേബിളായി. എനിക്ക് ഇനി എൻ്റെ ലൈഫിൽ എന്ത് വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഞാൻ A to Z ഇത് സോർട്ട് ചെയ്യാൻ വേണ്ടി കോർട്ടുകളിലും സോളിസിറ്റേഴ്സിനെ കാണാനും ഒറ്റയ്ക്ക് പോകുമ്പോഴും ഒറ്റയ്ക്ക് കോർട്ടിലൊക്കെ പോയി നിന്ന് ജഡ്ജിനോട് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് കാലിടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു ധൈര്യത്തിൻ്റെ പുറത്തെല്ലാം ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര ഹാപ്പി, ഇപ്പം കംപ്ലീറ്റ് ഹീലായി.